എന്നോടൊപ്പമുള്ളത് കോൺഗ്രസിൻ്റെ KPCC വൈസ് പ്രസിഡന്റും മുൻ MLA-യുമായ A.A. ഷുക്കൂറാണ്. ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എന്താണ് UDF-ൻ്റെ ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രതീക്ഷ കോൺഗ്രസിൻ്റെ? UDF ഈ തവണ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് ഈ ജില്ലയിലേക്ക് പോകും. 2010 ആവർത്തിക്കുക മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശക്തി തെളിയിച്ച് ജില്ലാ ഭരണം പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 2010 73 പഞ്ചായത്തുകളിൽ 37 പഞ്ചായത്തുകൾ, 12 ബ്ലോക്ക് പഞ്ചായത്തിൽ 7 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 5 മുനിസിപ്പാലിറ്റികളിൽ 4 മുനിസിപ്പാലിറ്റികൾ ഇത് വിജയം നേടിയ ജില്ലയാണ്. ഈ 2 അംഗങ്ങളുടെ വ്യത്യാസമാണ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇതാണ് അന്നത്തെ 2015 അത്രയും വന്നില്ല. 2020 ഞങ്ങൾക്ക് ക്ഷീണമുണ്ടായി. കോവിഡായിരുന്നു. ഞങ്ങളെല്ലാം രോഗബാധിതരായി. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഗൗരവമായ കാര്യങ്ങൾ നടക്കേണ്ട സന്ദർഭത്തിൽ പോലും ഒരാൾ മരണപ്പെട്ടു പോയി, ആശുപത്രിയിലായി ഞങ്ങളെല്ലാം. ആ ഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പാണ് എൻ്റെ വിജയമാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ തൽസ്ഥിതി. അത് LDF-ന് വിജയമുണ്ടായി. പക്ഷേ ഇത്തവണ ഞങ്ങൾ അങ്ങനെയല്ല. ഒരു വലിയ മുന്നൊരുക്കം നടത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തൊട്ടാകെ മിഷൻ 2025 എന്ന് പറഞ്ഞുള്ള ഒരു പദ്ധതി 3 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് അത് കൃത്യമായി പൂർത്തീകരിച്ചതിൻ്റെ റിസൾട്ട് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. അത് ജില്ലയിൽ ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റും. അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നം നടത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉടൻ വരെയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇതുപോലെ ഒരു കാലഘട്ടത്തിലും വളരെ മുന്നിൽ പോകാൻ എന്ന അവസരമുണ്ടായിട്ടില്ല. 2010 വിജയിക്കുമ്പോഴും ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് വരെ ചർച്ചയായിരുന്നു. ലാസ്റ്റ് ദിവസം അവസാനം ചില സ്ഥലങ്ങളിൽ എല്ലാവരും നോമിനേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾ പരിഹരിക്കാൻ. ഇത്തവണ അങ്ങനെയല്ല. ഞങ്ങളുടെ ഒരു 50% സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ ഒരു തർക്കവുമില്ലാതെ. മുമ്പൊക്കെ ഒരുപാട് കടുംപിടുത്തവും വടംവലിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കശവിശയൊക്കെ ഉണ്ടാവുന്നത് ഇത് ജനാധിപത്യ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്, സ്വഭാവം ആണ്. അത് ഇത്തവണ ഉണ്ടായിട്ടില്ല. കാരണം അതിനൊരു മുന്നൊരുക്കമുണ്ട്, അതിനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. താഴെ തട്ടിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുക, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ ആ പ്രദേശത്തിന് യോജിച്ച സ്ഥാനാർത്ഥി, ജനബന്ധമുള്ള സ്ഥാനാർത്ഥി, അതിൽ ഞങ്ങൾ ഒരു വലിയ വിജയം ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴ സംബന്ധിച്ച് പ്രത്യേകിച്ച് SNDP അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ കൂടി വ്യക്തമായ ഒരു മേധാവിത്വമുള്ള ജില്ല കൂടിയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്ഥാനമില്ല. അവരൊക്കെ ഏത് രീതിക്കാക്കി ചിന്തിക്കുക, അല്ലെങ്കിൽ അവരെ കൂടി ഒരു പിന്തുണ UDF-ന് ലഭിക്കുമോ? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. സാമൂഹ്യമായ ഒരു അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ഇത്തവണ ഞങ്ങൾക്ക് നന്നായി കഴിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ദൃശ്യമാണ്. ഞങ്ങൾക്ക് സോഷ്യൽ ഗ്രൂപ്പുകളെ ഞങ്ങൾ മാറ്റി നിർത്തത്തില്ല. അവരുമായിട്ടും ചർച്ച ചെയ്യും, സാമൂഹ്യ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും, ആധ്യാത്മിക വിവിധ സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആധ്യാത്മിക നേതാക്കൾക്ക് ഉൾപ്പെടെ അവരുടെ അഭിപ്രായം കേൾക്കും. ഇതിനകത്തൊരു സോഷ്യൽ ബാലൻസിങ് എപ്പോഴും ഞങ്ങളുടെ പാർട്ടി പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം അത് പാലിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. സിബി ജോസഫ്, മീഡിയ 1, ആലപ്പുഴ.